ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട്സ് കസ്റ്റാർഡാണ്. അതിനെന്താ, നമ്മൾ 1 ലിറ്റർ പാല് തിളപ്പിക്കാൻ എടുത്തിട്ടുണ്ട്. നല്ലോണം തിള വരട്ടെ. നന്നായി ഇളക്കി തിളപ്പിക്കട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായ ഫ്രൂട്ട്സുകൾ: ആപ്പിള്, അനാറ്, മുന്തിരി, പഴം, കസ്റ്റാർഡ് പൗഡർ. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുക. 3 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത പാലിൽ കലക്കിയെടുക്കണേ. കട്ടയില്ലാണ്ട്. എന്നോട് ചൂടുവെള്ളമാണ് ഒഴിച്ച്, അതാണ് ഇങ്ങനെ കളിക്കുന്നത്. പിന്നെ തണുത്തതിന് ശേഷം മിക്സിയിലൊക്കെ അടിച്ചിട്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾ തണുത്ത പാലിൽ മിക്സാക്കാൻ നോക്കുക. ഒരു 4-5 സ്പൂണ് പഞ്ചസാര ഇട്ട് പിന്നെ ഇളക്കുകയാണ്. ഇതിന് കുറച്ച് മധുരം കുറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചുകൂടി കൂട്ടാം കേട്ടോ. നല്ലോണം കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കരുത്. നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഫ്രൂട്ട്സ് നിങ്ങളെ കയ്യിൽ ഏതെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ അത് ഇടാം. ഇത്രയൊന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഇത്രയും സാധനങ്ങളാണ്. പഴം, ആപ്പിൾ ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. നല്ലോണം തിള വന്നിട്ടുണ്ട്. ഒന്ന് സിമ്മാക്കി കൊടുക്കുക. നമ്മൾ തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നല്ലോണം തണുത്ത് വരണം. റൂം ടെമ്പറേച്ചർ ആവണേ. ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ കിടക്കട്ടെ. അതിന് ശേഷം തണുപ്പെല്ലായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈത്തപ്പഴം, പിന്നെ കറുത്ത മുന്തിരി, ഉണക്ക മുന്തിരിയാണ്, പിന്നെ കുറച്ച് ബദാം ലാസ്റ്റാണ് ഇത് കാണിച്ചതെന്നേ ഉള്ളൂ. കറുത്ത മുന്തിരി ഇട്ട്, ആപ്പിൾ ചെറുതാക്കി മുറിച്ചിട്ടതാണ്, അതും ഇട്ടു. ഇനി പച്ചമുന്തിരി അതും ഇട്ടു. അനാറ്, പഴം ചെറുതാക്കി മുറിച്ചിട്ടാണ്, ഈത്തപ്പഴം, ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സാക്കുക. തണുത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്നത്. നമ്മൾ ഫ്രീസറിലല്ലേ വെച്ചത്. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സാക്കി ബാക്കി വന്ന ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഇതിലേക്ക് തട്ടിയിട്ടുണ്ട്. ഇത്രയൊന്നും ഫ്രൂട്ട്സ് ചേർക്കണ്ട, നമ്മൾ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ടത്. ഇനി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി കുറച്ച് ബദാം, അണ്ടിപ്പരിപ്പുണ്ട്, അണ്ടിപ്പരിപ്പ് ഇടുക. എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പില്ല. നല്ലോണം കുത്തിപ്പൊട്ടിക്കുക, അല്ലെങ്കിൽ മിക്സിയിലും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ നമ്മൾ 2-3 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുകയാണ്. ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് മാറ്റാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം പൊട്ടിച്ചതും കൂടി ചേർക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും.